ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയണത് താണിക്കുടം ക്ഷേത്രത്തെക്കുറിച്ചാണ്. അത് ക്ഷേത്രത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ വന്നതല്ല കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ ഇന്നലെ വൈകുന്നേരം താണിക്കുടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഈ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് താണിക്കുടം ഭഗവതി ക്ഷേത്രവും നമ്മളും തമ്മിൽ എന്താ പറയുക, നിർവചിക്കാനാവാത്ത അത്രയും ഒരു ആത്മബന്ധമുള്ള സ്ഥലമാണ് താണിക്കുടം അമ്പലം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ മുത്തശ്ശൻ താണിക്കുടം അമ്പലത്തിലത്തെ വെളിച്ചപ്പാടായിരുന്നു. മുത്തശ്ശൻ ഒരു 29 കൊല്ലം മുത്തശ്ശൻ അവിടെ വെളിച്ചപ്പാടായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമാണ്. നമുക്കങ്ങനെ ഈ അമ്പലമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഇപ്പോൾ കേട്ടറിഞ്ഞ് നമ്മൾ പോയി തുടങ്ങിയതല്ല. ഞാൻ ജനിക്കുന്നതിന് മുൻപ് മുതലേ നമുക്ക് ആ അമ്പലമായിട്ടുള്ള ആത്മബന്ധമാണത്. അത്രയും എന്താ പറയുക, അത്രയും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള, നമുക്ക് അത്രയും വിശ്വാസമുള്ള നമ്മുടെ ഭഗവതിയാണത്, താണിക്കുടത്തമ്മ. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാ അമ്പലത്തിലും ഉത്സവം കഴിഞ്ഞ ആറാട്ടിന് ഭഗവാന്മാരേനെ അല്ലെങ്കിൽ ദേവനെ അല്ലെങ്കിൽ ദേവീനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കുളത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ കൊണ്ടുപോയി നമ്മൾ ആറാട്ട് നടത്തുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രൊസീജിയർ അല്ല ഉള്ളത്. ഇവിടെ ഈ കാണുന്ന പുഴയുണ്ടല്ലോ, ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ പുഴയുടെ. ഈ പുഴ അമ്പലത്തിൻ്റെ 3 ഭാഗത്തു കൂടെ ഒഴുകുന്നുണ്ട്. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, ഈ 3 സൈഡിൽ കൂടിയും ഈ പുഴ അമ്പലത്തിനെ ചുറ്റി 3 സൈഡിൽ കൂടിയാണ് ഈ പുഴ ഒഴുകുന്നത്. ഈ മഴ പെയ്ത് നല്ലോണം വെള്ളമാകുമ്പോൾ ഈ പുഴ കര കവിഞ്ഞ് അമ്പലത്തിലേക്ക് ഒഴുകി കയറും. വെള്ളം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ഒഴുകി വന്ന് ഭഗവതിയുടെ പ്രതിഷ്ഠ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോവും. അങ്ങനെ ഇവിടെ സ്വയം ആറാട്ടാണ് നടക്കുക. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയുടെ വിഗ്രഹത്തെ കൊണ്ടുപോയി ആറാട്ട് നടത്തുക. ഇവിടെ പുഴ ഭഗവതിനെ അന്വേഷിച്ച് വന്ന് ആറാട്ട് നടത്തുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്കറിയുന്നത് പോലെ പറയണമെന്നേ ഉള്ളൂ, അല്ലാതെ ആരും ഇതിൻ്റെ പേരിൽ പൊങ്കാലിടാൻ വരരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുത്തശ്ശൻ അവിടെ വെളിച്ചപ്പാടായിട്ടുണ്ടായിരുന്ന കാലത്ത് മുത്തശ്ശൻ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് അറിവുകൾ. പിന്നെ ആറാട്ടൊക്കെ വെച്ചാൽ ഞാൻ പോയി കണ്ട്, നമ്മളെല്ലാ കൊല്ലം ആറാട്ട് മുങ്ങാൻ പോണതാണ് കേട്ടോ. മഴയ്ക്കനുസരിച്ച് അവിടുത്തെ ആറാട്ട്, അതായത് മാറ്റങ്ങൾ വരും. ആറാട്ട് ഇല്ലാണ്ടിരുന്നിട്ടുള്ള കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ 3-4 തവണ ആറാട്ട് നടന്നിട്ടുള്ള കൊല്ലങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ മഴയെ അനുസരിച്ചിരിക്കും അവിടുത്തെ ആറാട്ടിൻ്റെ കാര്യം. അതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ താണിക്കുടത്ത് അമ്പലം. എൻ്റെ കല്യാണത്തിൻ്റെ കെട്ട് നടന്നത് താണിക്കുടത്ത് അമ്പലത്തിലായിരുന്നു കേട്ടോ. സദ്യ മാത്രമായിരുന്നു ചെമ്പൂത്ര അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ. കെട്ട് നടന്നതൊക്കെ താണിക്കുടത്തായിരുന്നു. എൻ്റെ വീട് ആദ്യം മാടക്കത്രയായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ ജാനിക്ക് 1 വയസ്സാവാറായപ്പോഴാണ് നമ്മളിപ്പോൾ ഉള്ള വീട്ടിലേക്ക് താമസം മാറിയത്. അപ്പോൾ എന്നും എന്ന് പറയുന്ന പോലെ നമ്മൾ താണിക്കുടത്ത് വന്ന് തൊഴുതു പോകുന്ന അമ്പലം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുത്തശ്ശൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലമായിട്ട് നമ്മൾ അമ്പലത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും വരും. നമുക്കൊരു പ്രത്യേക സ്ഥാനമായിരുന്നു അമ്പലത്തിൽ. കാരണം ആ വെളിച്ചപ്പാടിൻ്റെ പേരക്കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കതൊരു അമ്പലത്തിലെല്ലാവർക്കും ഭയങ്കര കാര്യം. അമ്പലത്തിൻ്റെ ഏത് ഭാഗത്തും, ശ്രീകോവിലിൻ്റെ ഉള്ളിലും തിടപ്പള്ളിയുടെ ഉള്ളിലും ഒഴികെ ബാക്കി എവിടെയും നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഓടി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, മുത്തശ്ശൻ അവിടെ ഉള്ളത് കൊണ്ട്. പക്ഷേ ഇപ്പോൾ അതില്ല കേട്ടോ. ഇപ്പോൾ മുത്തശ്ശൻ മരിച്ചു. മുത്തശ്ശൻ 12 കൊല്ലം 2012 മുത്തശ്ശൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് താണിക്കുടത്തുനിന്ന് വെളിച്ചപ്പാടായിട്ട് റിട്ടയർ ആയതാണ്. പിന്നെ മുത്തശ്ശൻ ഇപ്പോൾ 2024 മുത്തശ്ശൻ മരിച്ചു. മുത്തശ്ശൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ എന്തോ ഒരു ശൂന്യതയാണ്. കാരണം നമുക്കവിടെ നിറവായിരുന്നു. മുത്തശ്ശൻ ഉണ്ടായിരുന്ന കാലത്ത് നമുക്കെല്ലാം കൊണ്ട് അവിടെ നിറവായിരുന്നു. അമ്പലത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, തടപ്പള്ളിയും ശ്രീകോവിലും ഒഴികെ ബാക്കി ഏത് ഭാഗത്തും നമുക്ക് ഓടി നടന്ന് നമുക്ക് പോയി വരായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ അതിനൊന്നും പറ്റില്ല. കാരണം ഇപ്പോൾ പിന്നെ നമ്മളും കുഞ്ഞിലാ കളിച്ച് നടക്കേണ്ട പ്രായം മാറിയല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങൾ. പിന്നെ എന്താ വെച്ചാൽ, ഇപ്പോഴും പരിചയമുള്ള ആൾക്കാരുണ്ട് അമ്പലത്തിൽ. അതുകൊണ്ട് തന്നെ ചെന്ന് കഴിഞ്ഞാൽ പഴയ വെളിച്ചപ്പാടിൻ്റെ പേരക്കുട്ടികളോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോവുകയാണെങ്കിൽ പഴയ വെളിച്ചപ്പാടിൻ്റെ മോളും ഭർത്താവാ അമ്മേനെ അച്ഛനെയും കാണുമ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ. ഇത് നവീകരിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. മുത്തശ്ശൻ റിട്ടയർ ആയതിനു ശേഷമാണ് ഈ കുളമൊക്കെ നവീകരിച്ചത്. ഇതെന്താ വെച്ചാൽ, ഈ അമ്പലത്തിൻ്റെ പരിസരത്തൊന്നും ബ്രാഹ്മണ കുടുംബങ്ങളില്ല. അതിനൊരു പണ്ടൊരു കഥ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കണത് ഇതാണ്. വെള്ളം കയറിയിട്ടുള്ള, അതായത് ആറാട്ട് നടത്തുന്നതിൻ്റെ പഴയ ഫോട്ടോസാണ് കേട്ടോ ഇത്. ഈ എൻ്റെ മുത്തശ്ശൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇതായിരുന്നു മറ്റേ എന്താ പറയുക, ശ്രീകോവിൽ എന്നല്ലല്ലോ അതിനെ പറയുക, ഈശ്വര എന്താ പറയുക, ഗോപുരം കേട്ടോ.
എൻ്റെ മുത്തശ്ശൻ, ഇതാണ് എൻ്റെ മുത്തശ്ശന്. ആളുണ്ടായിരുന്ന സമയത്തൊക്കെ ഇതായിരുന്നു അമ്പലത്തിൻ്റെ ഗോപുരം. പിന്നെ പുതിയപ്പുള്ള ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ കാണിച്ച ഗോപുരമൊക്കെ കുറച്ച് നാളുകളായിട്ടുള്ളൂ നവീകരിച്ചിട്ട്. കുറച്ച് നാളെന്ന് വെച്ചാൽ 1-2 കൊല്ലമൊന്നുമല്ല, അതിന് മേലെ ആയിട്ടുണ്ട്. കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ പറയാറില്ല. ഇതാണ് എൻ്റെ അമ്മയും അച്ഛനും, അമ്മയും അച്ഛനല്ല, മുത്തശ്ശനും അമ്മൂമ്മയും, അമ്മയും അമ്മയുടെ 2 അനിയത്തിമാരും. ഈ അമ്പലത്തിൻ്റെ ഒരു കഥ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊരു വൃദ്ധനായിട്ടുള്ളൊരു സന്യാസി വിശന്ന് വലഞ്ഞ് ഇങ്ങനെ വഴിയാത്രയിൽ ആൾ നടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഇല്ലങ്ങളിൽ മുഴുവൻ കയറി ആൾ ഭക്ഷണം ചോദിച്ചു. അപ്പോൾ ആരും ഭക്ഷണം കൊടുത്തില്ല. എല്ലാവരും ഇവിടെ ഒന്നുമില്ല, അടുത്ത വീട്ടിലേക്ക് പൊക്കോളൂ അങ്ങനെ പറഞ്ഞ് എല്ലാവരും വിട്ടു. അങ്ങനെ ഈ വൃദ്ധനായിട്ടുള്ള സന്യാസി, എനിക്കറിയാവുന്ന കഥയാണ്, മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഈ സന്യാസി നടന്ന് 41 ഇല്ലങ്ങൾ കടന്നു. അപ്പോൾ 41ാമത്തെ ഇല്ലത്തിലെത്തിയപ്പോൾ ആ വീട്ടിലത്തെ ഒരു സ്ത്രീ പറഞ്ഞു, ഇതാ നേരെ കാണുന്ന ആ താണിമരത്തിൻ്റെ ചോട്ടിൽ അവിടെ ചെന്നിട്ട് കാളിയമ്മേന്ന് വിളിച്ചാൽ മതി, അവിടെ ഒരു അമ്മയുണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ചെയ്തു തരുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീ ഇവരെ പരിഹസിച്ച്, ഈ വൃദ്ധനായ സന്യാസിനെ പരിഹസിച്ച് പറഞ്ഞതാണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാളിയമ്മേന്ന് വിളിച്ചാൽ മതി എന്ന് പരിഹസിച്ച് കളിയാക്കി പറഞ്ഞതായിരുന്നു. പക്ഷേ ഈ വൃദ്ധനായ സന്യാസി അതൊരു വിശ്വാസം പോലെ കണക്കിലെടുത്ത് അദ്ദേഹം ആ കാണിച്ച ഈ മരത്തിൻ്റെ അവിടെ വരെ നടന്നു. അങ്ങനെ നടന്ന് അവിടെ ചെന്ന് കാളിയമ്മേന്ന് വിളിച്ചപ്പോൾ ഒരു എന്താ പറയുക, സ്ത്രീത്വം തുളുമ്പുന്ന ഒരു മുഖവുമായിട്ട് ഒരു സ്ത്രീ വന്ന് ഈ സന്യാസിക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങൾ, ഭക്ഷണം, കിടക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ ഇവർക്ക് രാത്രി കിടന്നോളാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു അത്രേ, ഇവിടെ നിന്ന് രാത്രി പല ഒച്ചപ്പാടും ബഹളവും കേൾക്കും, എന്ത് കേട്ടാലും നിങ്ങൾ പുറത്തേക്ക് എനിക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വൃദ്ധൻ കിടന്നുറങ്ങി. രാവിലെ വൃദ്ധൻ എനിക്ക് നോക്കുമ്പോൾ കാണുന്നത്, ഈ വൃദ്ധൻ ഈ കാളിയമ്മേനെ അന്വേഷിച്ച് വരുമ്പോൾ കണ്ടിരുന്ന ഇല്ലങ്ങളോ വീടുകളോ ഇതൊന്നും ആ ഭാഗത്തില്ല, എല്ലാം കത്തിയെരിഞ്ഞ് വെറും ചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കഥ. അതിനുശേഷം, അതായത് ഇപ്പോഴൊന്നും തന്നെ ഈ താണിക്കുടം, ആ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊന്നും ബ്രാഹ്മണ കുടുംബങ്ങളോ അല്ലെങ്കിൽ ഞാൻ ജാതി സംബന്ധമായിട്ട് ഞാൻ പറയുകയല്ല, എന്താ പറയുക, മേൽജാതിയിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ പെട്ട ആൾക്കാരും ഈ താണിക്കുടം ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ നിലവിൽ താമസിക്കണില്ല. മുഴുവൻ, അതായത് അങ്ങനെയുള്ള ഈ ബ്രാഹ്മൺസിൻ്റെ ഇല്ലം അന്ന് കത്തിക്കരിച്ചു, നശിപ്പിച്ചു. ആ ഒരു പ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലാക്കി എന്നാണ് വിശ്വാസം. എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സത്യമായിട്ട് എനിക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി പൊങ്കാലിടാൻ നിൽക്കുമല്ലോ എന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പേടിച്ച് പറയണത് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ താണിക്കുടത്തെ അപ്പർ പ്രൈമറി സ്കൂളാണ്. ഇത് പിന്നെ താണിക്കുടം വായനശാലയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ എന്താ പറയുക, ജനലിൻ്റെ ഉള്ളിൽ കൂടെ ബുക്സൊക്കെ കണ്ടിരുന്നു. അതങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പിന്നെ പോവുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചേച്ചിയും പിള്ളേരും ഉണ്ട് കൂടെ. അപ്പോൾ അവരെന്നെ ചേച്ചിയുടെ ഫ്ലാറ്റിലാക്കിയിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. ഇതങ്ങനെ പോണ വഴിക്കുള്ള നമ്മുടെ പൊങ്ങണങ്ങാട് വിംബീസ് ബേക്കറിയാണ് കേട്ടോ. നമ്മൾ സ്ഥിരം ഈ വഴിക്ക് പോയാൽ നമ്മൾ സ്ഥിരം ഇവിടെ കയറി ഷേക്ക് കുടിച്ചിട്ട് വരല്ലോ, അങ്ങനെ ഒരു ശീലമുണ്ട്. പക്ഷേ ഇന്ന് നമ്മളത് കയറിയില്ല, കാരണം ഇന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ കയറിയില്ല. ഇത് പിന്നെ ആ വിംബീസിൻ്റെ നേരെ മുമ്പിലുള്ള ഒരു സ്നേഹ വീട് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു അഗതി മന്ദിരമാണ്. അവിടെ മാത്രം ഞാൻ ഈ കല്ല് കണ്ടുള്ളൂ. ഇതിനെന്ത് നാഴികക്കല്ലെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുക കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ചേച്ചിയുടെ ഫ്ലാറ്റിലെത്തി ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ കണ്ട വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എന്തുകൊണ്ടാണ് ആകാശം ഇങ്ങനെയായിരുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആകാശം കാണാനായിട്ട്. നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാൻ. നമുക്കിതിൽ നിന്നാലേ ട്രെയിൻ പോണ കാണാം. ഇതിൽ കുറച്ച് അറ്റത്തായിട്ട് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഞാൻ ഇനി ഒരു ദിവസം പോകുമ്പോൾ ഞാൻ ബാൽക്കണിയിൽ നിന്നിട്ട് ട്രെയിൻ പോണ വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു താണിക്കുടത്തെ വിശേഷങ്ങളാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശരി, ടാറ്റ, ബൈ, സീ യു.